ഇന്നത്തെ വീഡിയോയിൽ ഒരു സാമ്പിൾ ലോഗോ ഡിസൈൻ പ്രോസസ്സാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ലോഗോയുടെ ബ്രീഫ് ഒന്ന് വായിച്ച് നോക്കാം. ഈ ബ്രീഫിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ വിത്ത് ലെറ്റേഴ്സ് AM കമ്പൈൻഡ്, നീഡ് ടു ആഡ് വിങ്സ് ടു ദ ലോഗോ, ലോഗോയിലൊരു വിങ്സ് എവിടെയെങ്കിലും കൊണ്ടുവരണം, നീഡ് ടു ബി എലഗൻറ്റ്, കാണാൻ ഭംഗിയുള്ളതായിരിക്കണം, കളേഴ്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്കും റെഡുമാണ്. അപ്പോൾ ഈ ഒരു ബ്രീഫ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഇതിൽ എങ്ങനെയാണ് ലോഗോ വേണ്ടതെന്നുള്ളത് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റഫായിട്ടൊന്ന് ഈ ഒരു ലോഗോ നമുക്ക് വരച്ച് നോക്കാം. വരയ്ക്കുന്നതിന് വലിയ ഡ്രോയിങ് സ്കിൽസൊന്നും ആവശ്യമില്ല. നമ്മൾ എന്താണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ വരച്ച് നോക്കുന്നത്. വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും, ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് വരച്ച് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് ഡിസൈനിലോട്ട് കടക്കാവുന്നതുമാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഐഡിയയിൽ ഞാൻ ഈ ഒരു ലോഗോ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് വരയ്ക്കാനായിട്ട് ഞാൻ ഫാക്ടർ നോട്ട്സ് എന്ന് പറയുന്ന ഡോട്ട് ഗ്രിഡ് ബുക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ബുക്ക് നോർമലി ലോക്കൽ സ്റ്റോറുകളിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് അത് കയറി നോക്കാം. നമ്മൾ വരച്ച ഡിസൈൻ ഇല്ലുസ്ട്രേറ്ററിൽ കോപ്പി ചെയ്തിട്ട് അത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് ഒപ്പാസിറ്റി 50% ആക്കി കൊടുക്കാം. എന്നിട്ട് ഒബ്ജക്റ്റ് ലോക്ക് സെലക്ഷൻ കൊടുക്കാം. അപ്പോൾ ഈ ഇമേജ് മൂവ് ആവാതെ ലോക്കായിട്ടിരിക്കും. ഇനി പോളിഗൺ ടൂൾ എടുത്ത് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് ഇമേജിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ 3 എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക. അതായത് 3 സൈഡുള്ള പോളിഗൺ. ഇനി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് A എന്ന ലെറ്ററിന് മുകളിലേക്ക് ഇത് അലൈൻ ചെയ്ത് വയ്ക്കാം. വീണ്ടും അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കണം. താഴെയുള്ള ഇമേജ് വ്യക്തമായിട്ട് കാണാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ട്രയാങ്കിൾ സെലക്ട് ചെയ്ത് Ctrl+C കൊടുത്ത് Ctrl+Shift+V കൊടുക്കണം. ഇത് ട്രയാങ്കിളിൻ്റെ മറ്റൊരു കോപ്പി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യും. ആ കോപ്പി സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് ഹൊറിസോണ്ടൽ കൊടുക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കണം. എന്നിട്ട് അത് താഴെ കൊണ്ടുവന്ന് സൈസ് ചെറുതാക്കി വീഡിയോയിൽ കാണുന്ന പോലെ വെക്കണം. ഇനി 2 ട്രയാങ്കിൾ സെലക്ട് ചെയ്ത് വലിയ ട്രയാങ്കിളിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റർ അലൈൻ കൊടുക്കണം. അലൈനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് അതിൻ്റെ വീഡിയോ കാണാനായി ഈ വീഡിയോയ്ക്ക് ശേഷം ഡിസ്ക്രിപ്ഷനിലെ ആദ്യത്തെ ലിങ്കിൽ പോയാൽ മതി. ഇനി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ചെറിയ ട്രയാങ്കിൾ സെലക്ട് ചെയ്ത് അതിൻ്റെ 2 കോപ്പികൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ വെക്കണം. കോപ്പികൾ എടുക്കുന്നതിന് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ Ctrl+C അടിച്ച് Ctrl+V അടിച്ച് കൊടുത്താലോ കോപ്പികൾ കിട്ടും. ഇനി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് മുഴുവൻ ട്രയാങ്കിളും സെലക്ട് ചെയ്ത ശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ എടുക്കുക. എന്നിട്ട് മുകളിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കുന്ന 2 ട്രയാങ്കിളിലും ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾട്ട് പ്രസ് ചെയ്യാതെ വലിയ ട്രയാങ്കിളിൽ നിന്ന് ചെറിയ ട്രയാങ്കിളിലേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇത് ഒറ്റ ഒബ്ജക്റ്റായി മാറും. ഇനി ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അതിനൊരു റെഡ് കളർ കൊടുക്കാം. ഇനി വിങ്സ് വരയ്ക്കുന്നതിനായി ലൈൻ ടൂൾ എടുത്ത് സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കുക. ഇനി കർവേച്ചർ ടൂൾ എടുത്ത് ലൈനിൻ്റെ മുകളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. കർവേച്ചർ ടൂളിനെ കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ 2ാമത്തെ ലിങ്ക് സന്ദർശിക്കുക. കർവേച്ചർ ടൂൾ ഉപയോഗിക്കുമ്പോൾ കർവ് വരേണ്ട ഭാഗങ്ങളിൽ ക്ലിക്ക് ചെയ്യുകയും കോർണർ വരേണ്ട ഭാഗങ്ങളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ നമുക്ക് വിങ്സ് മുഴുവനായി വരച്ചെടുക്കാവുന്നതാണ്. ഈ വിങ്ങിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്ത് അതിനൊരു കളർ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റിയും കുറച്ച് കൊടുക്കാം. ഇനി ഈ വിങ് സെലക്ട് ചെയ്ത് Ctrl+C കൊടുത്തതിന് ശേഷം Ctrl+Shift+V കൊടുക്കണം. വിങ്ങിൻ്റെ ഒരു കോപ്പി കൂടെ കിട്ടും. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് വെർട്ടിക്കൽ കൊടുക്കണം. എന്നിട്ട് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ആർട്ട് ബോർഡിലേക്ക് മാറ്റുക. എന്നിട്ട് ഒപ്പാസിറ്റി 100% ആക്കി കൊടുക്കുക. ഇനി മൊത്തത്തിൽ സെലക്ട് ചെയ്ത് ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ച് വിങ്സിൻ്റെ അധികത്തിൽ വന്നിരിക്കുന്ന ഭാഗങ്ങൾ താഴെ നിന്നും ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുക. ഇനി 2 വിങ്സും സെലക്ട് ചെയ്ത് പാത്ത് ഫൈൻഡറിൽ പോയി
യുണൈറ്റ് കൊടുക്കുക. ഇത് 2 വിങ്സിനെയും ഒന്നാക്കാനാണ്. ഇനി മൊത്തത്തിൽ സെലക്ട് ചെയ്ത ശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ എടുത്ത് മുകൾ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇനി വിങ്സ് സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് പാത്ത് ഓഫ്സെറ്റ് പാത്ത് കൊടുത്തതിന് ശേഷം ഒരു 15 കൊടുത്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗവും ഇതിനൊപ്പം സെലക്ട് ചെയ്യുക. ഇനി ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ ഭാഗം ഡിലീറ്റ് ആയി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി സെലക്ഷൻ ടൂൾ എടുത്ത ശേഷം എമ്മിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് അത് റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ ആക്കുക. എന്നിട്ടിത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഷേപ്പ് ബിൽഡർ ടൂൾ ഉപയോഗിച്ച് എം തിരിച്ച ഭാഗവും എയുടെ മുകൾ ഭാഗവും സെലക്ട് ചെയ്ത് ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇനി താഴത്തെ എമ്മും വിങ്സും ഒന്നിച്ച് സെലക്ട് ചെയ്ത ശേഷം പാത്ത് ഫൈൻഡറിൽ പോയി യുണൈറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇത് വിങ്സും എമ്മും യോജിപ്പിക്കും. ഇനി എയുടെ മുകൾ ഭാഗം സെലക്ട് ചെയ്ത് ഒരു ബ്ലാക്ക് കളർ കൊടുക്കുക. ഇനി മൊത്തത്തിൽ സെലക്ട് ചെയ്ത് Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് അലൈനിൽ പോയി അലൈൻ ടു ആർട്ട് ബോർഡ് കൊടുത്ത് സെൻറ്റർ അലൈൻ ചെയ്യുക. കാർഷിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രീമിയം ക്വാളിറ്റി ലോഗോ ഡിസൈൻ, ബിസിനസ് കാർഡ് ഡിസൈൻ, ബ്രോഷർ ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും ഡിസൈനുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കോ ഇമെയിൽ ഐഡിയിലേക്കോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ കഴിയും.